നമ്മൾ ഐഫോൺ യൂസേഴ്സിനെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു പ്രോബ്ലമാണ് നമ്മുടെ ഐഫോണിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത്. അതിലെ ബാറ്ററി ഹെൽത്ത് അത് കുറയുമ്പോൾ മുതൽ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ബാറ്ററി ഹെൽത്ത് പോലെ തന്നെ 2023 ഈ വർഷം ആപ്പിൾ കുറച്ച് കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്താൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ, എന്തൊക്കെ മാറ്റങ്ങളാണ് ആപ്പിൾ വരുത്താൻ പോകുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതിലെ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഐഫോൺ എസ്സിനെ പറ്റിയാണ്. ഐഫോൺ SE 4 ജനറേഷൻ നമ്മൾ 2023 എക്സ്പെക്റ്റ് ചെയ്ത ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഡിവൈസ് തന്നെയാണ് ഐഫോൺ ലൈനപ്പിൽ ഐഫോൺ SE 4 ജനറേഷൻ. പക്ഷേ ഇപ്പം കിട്ടുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ അനുസരിച്ച് അത് ആപ്പിൾ കംപ്ലീറ്റ്ലി ഡിച്ച് ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചത്. അതായത് ഐഫോൺ SE 4 ജനറേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഡിവൈസെ ആപ്പിളുടെ ലൈനപ്പിൽ കൊണ്ടുവരാൻ പോകുന്നില്ല. 2023 ഇല്ല, 2024 കൊണ്ടുവരത്തില്ല എന്നുള്ള ഇൻഫർമേഷൻസ് ആണ് ലഭിക്കുന്നത്. ഐഫോൺ SE 4 ജനറേഷൻ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ചത്ത കൊച്ചിൻ്റെ ജാതകം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യം ഉപേക്ഷിച്ചു. നിലവിൽ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് SE 4 ജനറേഷൻ ആപ്പിൾ ഒഴിവാക്കാനുള്ള പ്രധാന കാര്യം എന്ന് പറയുന്നത്, ആപ്പിൾ കഴിഞ്ഞ വർഷം മെൻഷൻ ചെയ്തൊരു കാര്യമാണ്. ആപ്പിളിന് ഇൻ ഹൗസ് 5G മോഡംസ് ആപ്പിൾ കൊണ്ടുവരാൻ പോകുന്നു. അത് 2023 കൊണ്ടുവരുമായിരിക്കും, അല്ലെങ്കിൽ 2024 കൊണ്ടുവരും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആപ്പിൾ ഉദ്ദേശിച്ച രീതിയിൽ ആ ഒരു ഇൻ ഹൗസ് 5G മോഡത്തിനെ സെറ്റപ്പ് ചെയ്യാൻ സാധിച്ചില്ല. അതായത് ആപ്പിൾ ഉദ്ദേശിച്ച എത്ര പെർഫോമൻസോ കാര്യങ്ങളൊന്നും ആ ഒരു മോഡത്തിന് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഈ ഒരു കാരണം കൊണ്ടാണ് ആപ്പിൾ അവരുടെ SE 4 ജനറേഷൻ ഡിച്ച് ചെയ്ത് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഒഴിവാക്കിയത്. കാരണം ആപ്പിൾ കരുതിയതനുസരിച്ച് ആപ്പിളിൻ്റെ ഈ ഒരു 5G മോഡം ഓക്കെ ആയാൽ ആപ്പിൾ ആദ്യം അത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു 4 ജനറേഷൻ SEയിലായിരുന്നു. ഈ SE 4 ജനറേഷൻ എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ ലൈനപ്പിലെ ചീപ്പസ്റ്റ് ഡിവൈസാണ്. അതിൽ ഈ സംഭവം ടെസ്റ്റ് ചെയ്ത് നോക്കി സക്സസ്ഫുള്ളായി അതിൻ്റെ കുറേ ഡേറ്റാസ് കാര്യങ്ങൾ അതിൻ്റെ പോരായ്മകളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പം ആപ്പിൾ അത് പതുക്കെ ഐഫോൺ 16 ഈ വർഷം ഇറങ്ങാൻ പോകുന്ന 15 ആണ്. അടുത്ത വർഷം 2024 16ലേക്ക് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആയിരുന്നു ആപ്പിളിൻ്റെ പ്ലാൻ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു പ്ലാൻ നൈസായിട്ട് പാളിയതുകൊണ്ട് തന്നെ ആപ്പിൾ കംപ്ലീറ്റ്ലി SE 4 ജനറേഷൻ എന്ന് പറഞ്ഞ പ്ലാനെ എടുത്തു കളഞ്ഞു. ഇനി ഇതിലെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബാറ്ററി റീപ്ലേസ്മെൻറ്റ് കാര്യത്തിൽ ചെറിയൊരു ചേഞ്ച് ആപ്പിൾ കൊണ്ടുവരാൻ പോവാണ്. ഈ ഒരു വരുന്ന ചേഞ്ച് മാർച്ച് 1 മുതൽ 2023 മാർച്ച് 1 മുതലായിരിക്കും എഫക്റ്റ് ചെയ്യുന്നത്. അതുവരെ നമുക്ക് ഇപ്പം നിലവിൽ ജനുവരി ഫെബ്രുവരി അവസാനം വരെ നമുക്ക് ഇപ്പം നിലവിലുള്ള രീതിയിൽ തന്നെ ബാറ്ററി റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ബാറ്ററി റീപ്ലേസ്മെൻറ്റിനെ സംബന്ധിച്ച് ബാറ്ററി റീപ്ലേസ്മെൻറ്റിൻ്റെ പ്രൈസ് ഹൈക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ആപ്പിൾ പ്രൈസ് കൂട്ടാൻ പോകുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇപ്പം പുറത്ത് വരുന്നത്. അത് മാർച്ച് 1 മുതലാണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ മാർച്ച് 1 മുതലായിരിക്കും എഫക്റ്റ് ചെയ്യുന്നത്. അപ്പം അതുവരെ നമുക്ക് ഇപ്പം നിലവിലുള്ള ആ ഒരു പ്രൈസ് റേഞ്ചിൽ ബാറ്ററി റീപ്ലേസ്മെൻറ്റ് പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആയിരിക്കും. നിലവിൽ ഐഫോൺ 6s മുതൽ നമുക്ക് ഐഫോൺ 14 Pro Max വരെയുള്ള ഡിവൈസുകൾക്കും ബാറ്ററി റീപ്ലേസ്മെൻറ്റ് ഉണ്ട്. അതിൽ നമുക്ക് രണ്ട് രീതിയിലാണ് ബാറ്ററി റീപ്ലേസ്മെൻറ്റ് ഇപ്പം വരുന്നത്. അതായത് ഓൺ വാറണ്ടിയും ഓഫ് ദ വാറണ്ടിയും. അപ്പോൾ ഓൺ വാറണ്ടി ഓഫ് വാറണ്ടി റീപ്ലേസ്മെൻറ്റ് വെച്ചാൽ നമ്മളിപ്പം ഈ വർഷം 2023 ഒരു പുതിയ ഐഫോൺ 12 എടുത്തു. പുതിയ ബ്രാൻഡ് ന്യൂ ഐഫോൺ 12 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 12 മാസത്തേക്ക് വാറണ്ടി ആപ്പിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും നമ്മുടെ ഡിവൈസിൻ്റെ ബാറ്ററി ഹെൽത്ത് 80% താഴത്തേക്ക് പോയാൽ, 80% ആണ് ആപ്പിൾ അവരുടെ സൈറ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്, 80% താഴത്തേക്ക് പോയാൽ നമുക്ക് റീപ്ലേസ്മെൻറ്റ് അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് നമ്മുടെ യൂസർ എക്സ്പീരിയൻസിൻ്റെ ബേസിൽ നമ്മൾ ആ റീപ്ലേസ്മെൻറ്റിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു 80 അല്ല ഒരു 75% താഴത്തേക്ക് പോയാൽ റീപ്ലേസ്മെൻറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. കാരണം 75% വരെ നമുക്ക് ഒരു കുഴപ്പമില്ലാതെ നിലവിൽ എങ്ങനെയാണോ ബാറ്ററി ബാക്കപ്പ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന പീക്ക് പെർഫോമൻസ് കാര്യങ്ങളൊക്കെ സപ്പോർട്ടഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്കൊരു 75% വരെ നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങളൊരു കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഓൺ വാറണ്ടി ഡിവൈസുകൾ 80% താഴത്തേക്ക് ഫ്രീ റീപ്ലേസ്മെൻറ്റ് ആണെന്ന് പറഞ്ഞെങ്കിൽ പോലും അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ യൂസേജ് കൊണ്ടുണ്ടാകുന്ന ബാറ്ററി ഡെഗ്രഡേഷൻ. അതായത് നമുക്കിഷ്ടമുള്ള രീതിയിലൊക്കെ ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് പെട്ടെന്ന് ബാറ്ററി ഹെൽത്ത് ഡൗൺഗ്രേഡ് ചെയ്ത അല്ലെങ്കിൽ ഡീഗ്രേഡ് ആയിട്ടാണ് നമ്മൾ ബാറ്ററി റീപ്ലേസ് ചെയ്യാൻ വേണ്ടി സർവീസ് സെൻറ്ററിൽ കൊണ്ടുവന്നെങ്കിൽ ആപ്പിൾ അത് ഡയഗ്നോസ് ചെയ്യും. ആദ്യം തന്നെ അവരുടെ സർവീസ് സെൻറ്ററിൽ ഡയഗ്നോസ് ചെയ്യും. ആ ഡയഗ്നോസ്റ്റിക്കിൽ നമ്മളുടെ യൂസേജ് കൊണ്ടാണ് ആ ഒരു ഡിവൈസിൻ്റെ ബാറ്ററി ഹെൽത്ത് പെട്ടെന്ന് കുറഞ്ഞെങ്കിൽ അല്ലെങ്കിൽ ഡീഗ്രേഡ് ആയിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ സാധിക്കത്തില്ലായിരിക്കും. അത് നമ്മൾ പേ ചെയ്ത് തന്നെ വേണം റീപ്ലേസ് ചെയ്യാൻ. എന്നാൽ നമ്മളുടെ യൂസേജ് കൊണ്ടല്ല, മറ്റെന്തെങ്കിലും ഹാർഡ്വെയറിൻ്റെ കമ്പോണൻസിൻ്റെ പ്രോബ്ലമോ അല്ലെങ്കിൽ ബാറ്ററിക്ക് ഡാമേജോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫ്രീ ആയിട്ട് റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും. അതായത് ഫോണിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് കൊണ്ടാണ് ഈ ഒരു ബാറ്ററി ഡീഗ്രേഡേഷൻ ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ആപ്പിൾ റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും. ഇനി ഔട്ട് ഓഫ് ദ വാറണ്ടി റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫുൾ പേയ്മെൻറ്റ് ചെയ്യുന്ന ആ ഒരു റീപ്ലേസ്മെൻ്റ് ആണ് ഔട്ട് ഓഫ് ദ വാറണ്ടി റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ നിങ്ങളുടെ ഡിവൈസ് ഐഫോൺ 6s 7 8 സെക്കൻഡ് ജനറേഷൻ ഐഫോൺ SE ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാറ്ററി റീപ്ലേസ് ചെയ്യാനുള്ള തുക എന്ന് പറയുന്നത് 3500 രൂപയാണ്. എന്നാൽ ഇതിന് മേളിലേക്ക് പോകുമ്പോൾ ഐഫോൺ 10 10s ഐഫോൺ 10R 10s Max
ഈ ഒരു ഡിവൈസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ബാറ്ററി റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കണക്കുകൾ അനുസരിച്ച് 5000 ആണ്. ഇനി ഇതിന് മുകളിലേക്കുള്ള iPhone 11 മുതൽ iPhone 13 Pro Max വരെയുള്ള എല്ലാ ഡിവൈസുകളുടെയും ബാറ്ററി റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 5000 തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇപ്പം നിലവിലുള്ള റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഈ വർഷം മാർച്ച് 1 മുതൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു $20 ഇൻക്രിമെൻറ്റും കൂടെ വരുവാണ്. $20 എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ മണിയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 1800 രൂപ വരും. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നമുക്ക് ഈ പറഞ്ഞ എല്ലാ മോഡലിലും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതായിരിക്കും. അപ്പം നിലവിൽ അല്ലെങ്കിൽ മാർച്ച് 1 മുതൽ ഈ പറഞ്ഞ 5000 കൂട്ടത്തിൽ ഒരു 1800 കൂടെ ആഡ് ചെയ്ത് ഒരു 6800 ആ ഒരു റേഞ്ചിലായിരിക്കും. കറക്റ്റ് ഈ ഒരു എമൗണ്ട് ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, കുറച്ച് വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നേക്കാം. പക്ഷേ എന്തായാലും ഈ ഒരു പ്രൈസ് ഇൻക്രിമെൻറ്റ് തീർച്ചയായിട്ടും നമുക്ക് ഇതിലെല്ലാം ഈ പറഞ്ഞ റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ബാറ്ററി റീപ്ലേസ്മെൻറ്റ് എല്ലാ മോഡൽസിലും റിഫ്ലക്ട് ചെയ്യുന്നതായിരിക്കും. ഇനി ഇതിലെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഐഫോണിൻ്റെ ആപ്പ് സപ്പോർട്ടിനെ പറ്റിയാണ്. ഈ ഒരു ആപ്പ് സപ്പോർട്ടിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും സെക്കൻഡ് ഹാൻഡ് ഐഫോണുകൾ വാങ്ങാൻ പോകുന്നവർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിനകത്തുള്ളത്. അതായത് നമുക്ക് നിലവിലറിയാം iPhone 6s, 6s Plus, 7, 7 Plus ഈ 4 ഡിവൈസുകൾക്കും നമുക്ക് iOS 16 സപ്പോർട്ടഡ് അല്ല. ഇപ്പം കറൻ്റ്ലി നമുക്ക് ആപ്പിൾ പ്രൊവൈഡ് ചെയ്യുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ 4 ഡിവൈസുകൾക്കും iOS 15 ആണ്. iOS 15 ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ ആയിട്ടുള്ള 15.4. ആണ് ഇപ്പം സപ്പോർട്ട്. അതിൻ്റെ കൃത്യം ഏതാ വെർഷൻ ഞാൻ ഓർക്കുന്നില്ല. ആ ഒരു അപ്ഡേറ്റ് ആണ് കറൻ്റ്ലി നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വാട്സാപ്പ് റിലീസ് ചെയ്ത് അവരുടെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസുകളുടെ ലിസ്റ്റ് ഇട്ടായിരുന്നു. അതിൽ iOS 12 മുതലുള്ള എല്ലാ ഡിവൈസുകളിലും മാത്രമേ ഉള്ളൂ വാട്സാപ്പ് ഇനി മുതൽ സപ്പോർട്ടാകത്തുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ iPhone 6s യൂസേഴ്സും 7 യൂസേഴ്സും സേഫാണ്. പക്ഷേ താമസിക്കാതെ തന്നെ ഈ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഈ ഒരു ചേഞ്ച് നമ്മളുടെ UPIയും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗൂഗിൾ പേയും ഫോൺ പേയും ഒക്കെ അഡോപ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഓൾമോസ്റ്റ് iPhone 6sന് നമ്മളുടെ UPI സപ്പോർട്ട് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഓൾമോസ്റ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫോൺ പേ അതിൽ റൺ ആവും. പക്ഷേ നമ്മൾ ഗൂഗിൾ പേ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാൻ നോക്കിയാൽ ചിലപ്പം ചില യൂസേഴ്സ് ഓൾറെഡി ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ്. അവർക്ക് ഗൂഗിൾ പേ ഒന്നും യൂസ് ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ UPI പേയ്മെൻറ്റ്സ് ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ള കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി പാച്ചസോ അല്ലെങ്കിൽ അപ്ഡേറ്റ്സോ ഒന്നും ഈ ഡിവൈസുകൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടാണ് പതുക്കെ ഈ പറഞ്ഞ യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് ആണെങ്കിലും അവരുടെ സപ്പോർട്ട് ഈ പറഞ്ഞ ഡിവൈസുകളിൽ നിന്ന് പതുക്കെ എടുത്ത് മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ താമസിക്കാതെ ഈ പറഞ്ഞ 4 ഡിവൈസുകളെയും ഈ കാര്യങ്ങളൊക്കെ പതുക്കെ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് സെക്കൻഡ് ഹാൻഡ് ഫോണുകൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും ഈ പറഞ്ഞ 4 ഡിവൈസുകളും iPhone 6sോ 7ഓ ഒന്നും പർച്ചേസ് ചെയ്യൽ കഴിവതും ഒഴിവാക്കുക. അതിന് മുകളിലേക്കുള്ള iPhone 8 മുതൽ 8 പോലും നമുക്ക് കൺസിഡർ ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ട്. തീർച്ചയായിട്ടും സെക്കൻഡ് ഹാൻഡ് ഫോണുകളെ പറ്റി ഒരു വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ യൂസ്ഡ് iPhone വാങ്ങാൻ പോകുന്നവർ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ 2023 തുടക്കത്തിൽ കൊണ്ടുവന്ന കുറച്ച് മാറ്റങ്ങളും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. ഈ ഒരു സെറ്റപ്പ്, നമ്മളുടെ ഇപ്പോഴത്തെ ഈ ഒരു പുതിയ സെറ്റപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളതും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. ക്യാച്ച് യു ഗൈസ് നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ പീസ്.